ഹലോ ഗൈസ്, വെൽക്കം ടു പുതിയ വ്ളോഗ്. അപ്പം ഇന്നത്തെ വീഡിയോയും ഞാൻ അച്ഛൻ്റെ ഷോപ്പിൽ തന്നെയാണ് ഗൈസ്. കാരണം നമ്മളെ സൈക്കിൾ കാരവൻ്റെ സൈക്കിളിൻ്റെ പണി തീരുന്നില്ല ഗൈസ്. അപ്പം ഇന്നെന്താ പണിയെന്ന് വെച്ചാൽ നമ്മൾ ഇന്നലെ ടെസ്റ്റ് ഡ്രൈവ് ഇട്ട് അടിച്ച് പെർഫെക്റ്റ് ഓക്കെ സെറ്റാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇതിട്ട് അമ്മക്ക് ഇരിക്കാനുള്ള സെറ്റപ്പ് ചെയ്യണം. അപ്പം അതിനു വേണ്ടി ഞങ്ങൾ പല രീതി നോക്കി, പല ഡിസൈൻ നോക്കി, അങ്ങോട്ട് വർക്കാവുന്നില്ല. അപ്പോഴാണ് എനിക്കൊരു ഐഡിയ എത്തിയത്. നമ്മളെ ഈ ലേറ്റിൽ നമുക്ക് ഡ്രമ്മ് ടട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അളവ് ഔട്ടർ സൈഡൊക്കെ അളവ് എടുക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സാധനമുണ്ട്, ഔട്ടർ. അപ്പോൾ അത് അത്യാവശ്യം വലുതാ അല്ലേ അച്ഛാ? അച്ഛവിടെ ജാക്കി സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പോകണം. അപ്പോൾ വേണ്ടല്ലേ, വലിയ സാധനം ഇതാണ് സീറ്റിൻ്റെ ഡിസൈന്. സത്യം ഇതിപ്പോൾ വെൽഡ് ചെയ്ത് വെച്ചാണ്, ഉണ്ടല്ലേ? ഇതിപ്പോൾ വെൽഡ് ചെയ്ത് വെച്ചാൽ കാരണം നമുക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അളവെടുക്കാൻ വേണ്ടി ഇതുമ്പോൾ എന്താ വെച്ചാൽ കൊണ്ടുപോയിട്ട് ഓരോട്ടോട്ട് വളപ്പിക്കാൻ പറ്റുമോ നോക്കണം. പൈപ്പ് മേടിച്ചിട്ട് വേണം പോകാൻ. ഇത് വളച്ചിരുന്നാണ് വിചാരിക്കുന്നത്, 2 കഷ്ണമാക്കിയിട്ട് നമ്മൾ വളപ്പിക്കുന്നത്. അപ്പം ആക്ച്വലിൻ്റെ സീറ്റിലൊക്കെ വെച്ച് നോക്കിയപ്പം സെറ്റാണ്. നമുക്കൊക്കെ നല്ല വീതിയിൽ ഇരിക്കാൻ പറ്റും. കാണിച്ചാലോ, ഉണ്ടോ? നല്ലപോലെ ഇരിക്കാൻ പറ്റും. അപ്പോൾ അത്യാവശ്യം സീറ്റ് കംഫേർട്ടും ഉണ്ട്, കുഴപ്പമില്ല. അപ്പം ഇതും പറ്റും എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ കൊണ്ടുപോയിട്ട് വളയ്ക്കാൻ പോകണം. അപ്പോൾ പടലത്തതാണ് നമുക്ക് പോയിട്ട് നോക്കാം വളയ്ക്കാൻ പറ്റുമോ എന്ന്. അപ്പം അച്ഛൻ ഈ പണി കഴിഞ്ഞിട്ടാണ് നമുക്ക് പോകാൻ. ഓക്കെ, വെയിറ്റ് ചെയ്യുന്നുണ്ടായി. അപ്പോൾ നമുക്കിനി വളയ്ക്കുന്ന സ്ഥലത്ത് പോയിട്ട് നിർത്താം ഗൈസ്. അങ്ങനെ നീണ്ട കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും ഷോപ്പിലെത്തി. കാരണം ഇതിൻ്റെ പണിയെടുക്കാൻ പറ്റിയിട്ടില്ല ഇനി. അപ്പോൾ അതാ നമ്മളിപ്പം ഇതൊക്കെ വെൽഡ് ചെയ്ത് സീറ്റ് വെട്ടാനുള്ളതിൻ്റെ 2 സ്പോട്ടൊക്കെ ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതാമ്മേ അമ്മി വന്നിട്ടുണ്ട് ഡായ്. വായ നോക്കിയിരിക്കാൻ. അങ്ങനെ ഇതിപ്പോൾ 2ാമത്തെ ദിവസം നമ്മൾ വീഡിയോ എടുക്കുന്നത്. എന്നിട്ട് ക്ലിയറായി കാണാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനിയും പക്ഷേ ഇത് അതിൽ വെച്ചിട്ട് ഫിറ്റ് ചെയ്തെടുക്കണം. ഇനി അതിൻ്റെ ആ പരിപാടിയിലേക്കാണ്. ഓക്കെ ഗൈസ്, നമ്മളിപ്പോൾ ഇവിടെ ഒരു സ്റ്റഡി വെച്ചിട്ട് വെൽഡ് ചെയ്ത് നോക്കുകയാണ് ഇപ്പോൾ. പിന്നെ ഇവിടെ സ്റ്റാൻഡിൻ്റെ ഒരു ചെറിയ വ്യത്യാസം ഉണ്ടാവും. എന്താ ഫുൾ വാൾഡാണ്. അതിൻ്റെ ഉള്ളിലുള്ള ഒരാളെ കാണിച്ചാലോ ഗൈസ്. 10 മിനിറ്റ് കണ്ടോ, പണിയെടുക്കുന്നുണ്ടല്ലേ. വെറുതെ ഇരിക്കാൻ വയ്യാൻ പോലും. എന്നിട്ട് അവിടെ ഇരുന്നിട്ട് അച്ഛൻ്റെ ഷോപ്പ് ക്ലീൻ ആയിക്കൊണ്ടിരിക്കുകയാണ് അമ്മ. അമ്മ ഒരു ഹായ്. ഹായ്. അമ്മ ക്ലീൻ ആയിക്കൊണ്ടിരിക്കുകയാണ്. ക്ലീൻ ആയത് കൈ കാണിച്ചത് കേട്ടോ. അമ്മ എവിടെയാണ് ക്ലീൻ ആക്കിയെന്ന് അല്ലേ അമ്മ? യെസ്, അമ്മ ക്ലീൻ ആക്കിയാണ് ഗൈസ്. നമ്മളിപ്പോൾ അതാ സപ്പോർട്ട് കൊടുത്തോണ്ടിരിക്കുകയാണ്. ഒരു ഹാൻഡിൽ ആക്കിയിട്ട് കേട്ടല്ലേ, അപ്പുറത്ത് കൊടുത്ത് ഇപ്പുറത്തോട്ട് ടെസ്റ്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് വേണം പറ്റി ഇരുന്നോട്ടൊന്ന് നോക്കണം ഗൈസ്. അതിനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പം അച്ഛൻ ഇങ്ങനെ മെല്ലെ സ്പാർക്ക് ചെയ്യുന്നുണ്ട്. ഈ സ്പാർക്കുമ്പോൾ നോക്കി നിന്നാൽ ഇവിടെ കണ്ണടിച്ചുകൊണ്ട് നേരിട്ട് നോക്കി നിന്നാൽ. കാരണം രാത്രി കടന്ന് ഉറങ്ങാൻ പറ്റൂല. മണൽ കണ്ണിൽ വാരിട്ട പോലെ ഉണ്ടാവും അല്ലേ അച്ഛാ? അങ്ങനെ ഞാൻ ഇപ്പോൾ ഫോണിൻ്റെ ഉള്ളിലൂടെ നോക്കുന്നതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല, നല്ല പണി കിട്ടും. നിങ്ങൾ ഫോണിൽ കാണുന്നതുകൊണ്ട് അതും കുഴപ്പമില്ല. ഇത് നേരെ തന്നെ ഇല്ലേ? ആ ആ ഇത് തന്നെയാണല്ലോ. ഏതിന്റെ ഒരു മിനിറ്റ്. ആ ഇങ്ങനെ നോക്കുമ്പോൾ കാണൂല. അത് പൊട്ടിയോ? ഒന്ന് വെൽഡ് ചെയ്താലേ എന്നിട്ട് വരാം. അപ്പൊ ഗൈസ്, നമ്മളെ പണി അത്യാവശ്യം തീർന്നിട്ടുണ്ട്. രണ്ടില്ലേ അച്ഛൻ വെൽഡ് ചെയ്തുകൊണ്ടിട്ടാണ്. ആ വർക്ക് തീർന്നിട്ട് നമ്മൾ ടയറിട്ടിട്ട് ഒന്ന് ഓടിച്ചു വരണം. ഫ്ലൈവുഡ് മുറിക്കാണ്ട് അത് ഞാൻ അച്ഛനെ ഹെൽപ്പ് ചെയ്യുന്നു. ബട്ട് ഒരു ആശേരീനെ കൊണ്ടുപോയിട്ട് ആശേരീൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് അതൊന്ന് മാർക്ക് ചെയ്ത് കട്ട് ചെയ്തിട്ട് ഡ്രില്ല് ചെയ്തിട്ട് നമ്മൾ കൊണ്ടുപോയിട്ട് എപ്പോർട്സിൽ വർക്ക് ചെയ്യണം. ഓക്കെ, മറ്റേ സ്പോഞ്ചൊക്കെ വെച്ചിട്ട് സീറ്റ് ആക്കിയതിന് ശേഷം അമ്മനായിട്ട് പോയിട്ട് ഓടിക്കേ അല്ലേ അമ്മ? ആർ യു എക്സൈറ്റഡ് ഫോർ ദാറ്റ്? ഇഷ്ടമായിരുന്നോ അത് ഓടിക്കേ? ത്രില്ലാണ്. ഇപ്പം പെട്ടെന്ന് അറിയണം. അതിന് അച്ഛൻ എന്താ പറയാ? അന്ന്
കാടായിക്കിടന്ന് ഇൻട്രസ്റ്റിൽ പോലെ മനുഷ്യൻ കണ്ടില്ല അല്ല നിങ്ങളൊരു ഇൻട്രസ്റ്റിൽ കണ്ടിട്ട് മനസ്സിലാവും അല്ലേ അമ്മേ എന്തൊക്കെ മാറ്റങ്ങളാണ് താങ്കളോട് തീർത്തിരിക്കുന്നത് പറയൂ എന്താ കാണിച്ചേരി ആ കാണിച്ചി വരി താങ്കളാണ് അവതാരിക കാണിച്ചി ആ അതാ അതന്നെ അവിടെ ഇതുണ്ടോ ഇതൊന്നും തല്ലേനി റൈസ് ഇതിന്റെ അപ്പുറം റൈസ് ഞാൻ പണ്ടത്തെ ഒരു വീഡിയോ എൻ്റെ ഉണ്ട് ഞാൻ ഒന്ന് പിൻ പോയിന്റിൽ ഇടാം കാണാൻ വേണ്ടിയിട്ട് അല്ല പഴയ വീഡിയോ കാണിച്ചോ അതേ അവസ്ഥ തന്നെ ഇനി ഇത് പഴയ വീഡിയോ ഹൈ പോയിന്റിൽ ഇട്ടോ കാണണം അങ്ങനെ പറ്റി ഒരു വീഡിയോ ഇട്ട് കാണണ്ടേ ആ ഒറ്റ വൃത്തിയായി ഇതിലിട്ട് ഇറങ്ങി ഇതാണ് അമ്മ ചെയ്തത് അല്ലേ ഇതാണ് അമ്മ ഞാൻ അമ്മനെ പരിചയപ്പെടുത്ത് ക്ലീനാക്കി ഇത്രയും വൃത്തിയാക്കി അടിച്ച് വാരി നല്ല വൃത്തിയായി ഗുഡ് യെസ് തമിഴിൽ ഫോട്ടോ ഉണ്ട് അമ്മ വൃത്തിയായിട്ടുണ്ടതിൻ്റെ അമ്മ ഞാൻ ഹേഷ് എന്ന് പറഞ്ഞ് ഇരിക്കുന്നുണ്ടില്ലേ കഷ്ടപ്പെട്ടിട്ട് അതന്നെ അതിന് മനസ്സിലാവുമല്ലോ ഈ റൂമത്തെ മാത്രമുള്ള ചണ്ടി ഇതിപ്പം നാളെ ലോട്ടൻ നാളെ ബമ്പർ നാളെ എന്ന് പറയുന്ന പോലെ അല്ലേ ചേച്ചി വരുന്നില്ല ഇനി നമ്മളെ സൈക്കിൾ അടച്ചിട്ട് ഏറ്റുന്നുണ്ട് ഇനി ഇതിന്റെ കുറച്ച് പണിയിട്ട് കൂടെ ഉള്ളൂ കഴിഞ്ഞ നമ്മൾ റീപെയിന്റ് ചെയ്ത് പെർഫെക്റ്റ് ആക്കി എടുക്കുന്നതാണ് ചാച്ചാ അപ്പം നമ്മൾ ഇരിക്കാനുള്ള സീറ്റിന് ഔട്ടർ ബോഡിയെ ഇനി മറ്റ് ഫ്ലൈവുഡ് കട്ട് ചെയ്തിട്ട് അതിൽ സ്പോഞ്ച് വെച്ച് പോസ്റ്ററി വർക്ക് ചെയ്തിട്ട് ചെയ്യണം അല്ലേ ചാ ആണോ വേണോ സ്റ്റോൺ ആണോ എങ്ങനെ അതെന്തായാലും ഒന്ന് കൊടുക്കണോ ബാറ്റോട് വലിയാതിട്ടാൻ വേണ്ടിയിട്ട് അത് മതി പിന്നെ അച്ഛാ ഇതിപ്പോൾ നിങ്ങളവിടെ രണ്ട് സ്ഥലത്തും ലോട്ടില്ലാത്തോണ്ടാണ് ടയറിൻ്റെ അവിടെ ലോട്ടില്ലാത്തോണ്ടാണ് ആടുന്നത് ടയർ വന്നാൽ റെഡിയാവും ആ ആ ഓക്കെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ് ഇനി ബാക്കി ഡംപിങ്ങിൻ്റെ ആവശ്യങ്ങളായിട്ടൊന്ന് പോവാണ്ട് ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈ